ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലല്ല വർക്ക് കാണുന്നത്, സാരീസാണ് കാണുന്നത്. അതും പലതും പല മെറ്റീരിയലാണ് നമ്മൾ കാണുന്നത്. ചന്തേരി സിൽക്ക് ഉണ്ട്, കോയൽ കോട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ സിൽക്കി കോട്ടയുണ്ട്. അങ്ങനെ പല മെറ്റീരിയലിലും വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന സാരീസാണ് ഇന്ന്. ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡിസൈനിങ്ങും ആദ്യമായിട്ട് പുതിയ പുതിയ ഡിസൈൻസാണ് ഞാൻ ഒരേ ആഴ്ചയും കൊണ്ടുവരാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇന്നത്തെ 4 സാരീത്തെ ഡിസൈനും ഇതിനു മുമ്പ് കാണിക്കാത്ത ഡിസൈൻസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഒരു സിൽക്കി കോട്ട സാരിയാണ്. കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കു ഷെയ്ഡാണ്. പക്ക ചിക്കു ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ആ ഒരു ഷെയ്ഡിലുള്ള സാരിയിൽ നമ്മൾ ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ആയിട്ടുള്ള ലാവൻഡറുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം വർക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന സാരീസിലൊക്കെ അത്യാവശ്യം വർക്കുള്ള സാരീസാണ്. അപ്പോൾ അത് ഇതുപോലെയാണ് സാരിയുടെ മുന്താണിയിൽ വരുന്ന ഒരു നല്ല കളർ കോമ്പിനേഷനാണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് കളറുള്ള ഗ്രീൻ ലീവ്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ലീവ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഉള്ളിൽ പ്രൊജക്റ്റ് ചെയ്ത് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. എന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ബഡായാലും കുറേ ഫ്ലവേഴ്സ്, പിന്നെ അതിൻ്റെ ഓരോ പെറ്റൽ വൈസാണ് ഇങ്ങോട്ടേക്ക് ബഡ് പോലെ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. മറു സൈഡിൽ വരുമ്പം അതിൻ്റെ ഈ ഒരു കുറച്ച് ഡിസൈനേ ഉള്ളൂ. 2 ഫ്ലവറും കുറച്ച് ബഡ്സും ആയിട്ടാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലായാലും ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ മുന്താണിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തവരെ 2 ഫ്ലവറും 3 ബഡും ആയിട്ടാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഇപ്പം ഷോൾഡർ പ്ലീറ്റിൽ ഒരു വലിയ ഡിസൈനും പിന്നെ ഒരു കുഞ്ഞ് ഡിസൈനും 2 ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ മുന്താണിയിൽ കണ്ടുപോലത്തെ ഒരു വലിയ ഡിസൈനും പിന്നെ ഒരു കുഞ്ഞ് ഡിസൈനുമാണ് ഫ്രണ്ട് പോർഷനിൽ ഡിസൈനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് നമുക്ക് ഈ ഒരു സാരിക്ക് ബ്ലൗസ് പീസ് അല്ല. അപ്പോൾ നമ്മൾ ബ്ലൗസ് പീസ് എടുക്കുമ്പോൾ കോട്ടൻ്റെ ഈ ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഉടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ മിക്സ് ആൻഡ് മാച്ച് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കളർ ബ്ലൗസ് തന്നെ എക്സാക്റ്റ് കിട്ടിയാൽ അതും ഇട്ടാൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് സാരിയിലെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഒരു വലിയ ഡിസൈൻ, അതുപോലെ തന്നെ വലിയ ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഉണ്ട്, പക്ഷെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് കുറച്ച് കുറവാന്നേ ഉള്ളൂ. വലിയൊരു തണ്ടിൽ 3-4 ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ബഡ്സും ആയിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ഒരു ഡിസൈനാണ് കുഞ്ഞത്, 3 ഫ്ലവേഴ്സ് പിന്നെ ബഡ്സും ആയിട്ടുള്ള. അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിലും പല്ലുവിൻ്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതങ്ങനെയാണ് ഈ സാരിയുടെ മെറ്റീരിയൽ സിൽക്കി കോട്ടയാണ്. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കളറ് ചിക്കു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. രണ്ടാമത്തെ സാരിയും ഒരു സിൽക്കി കോട്ട സാരിയാണ്. കളറ് ഓഫ് വൈറ്റ് ആണ് കളറ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇത് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് അല്ലെങ്കിൽ ഹണികോം സ്റ്റിച്ചാണ് യൂസ് ചെയ്തത്. ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് അല്ല, ഹണികോം സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ചൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓഫ് വൈറ്റിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ നല്ല അത്യാവശ്യം സ്പ്രെഡായിട്ടുള്ള ലീവ്സും ഹണികോം സ്റ്റിച്ചും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ആയിട്ട് തയ്ച്ചേക്കുന്നതാണ്. നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് പേളും കൂടെയാണ് ഇതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വിട്ടുപോരും എന്ന് വിചാരിക്കേണ്ട. വാഷ് ചെയ്യുമ്പം അയൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇതിൻ്റെ മേളിൽ അയൺ ബോക്സ് വെക്കാൻ പാടില്ല, ബീഡ്സിൻ്റെ മേളിൽ. ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല, ഇത് വിട്ടുപോരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. മറു സൈഡിൽ ഇതിൻ്റെ ഒരു കുഞ്ഞൊരു പോർഷനാണ് മറു സൈഡിൽ വരുന്നത്. ഇങ്ങനെയാണ് അപ്പുറത്തെ സൈഡിൽ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു ഫ്ലവറും ലീവ്സും തണ്ടുമായിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്
പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം വരുന്നുണ്ട് ഇതുപോലെ. ആ സെയിം ഡിസൈൻ ഇങ്ങനത്തെ സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിലും കൊടുത്തിരിക്കുന്നത്. 3 അടുപ്പിച്ചങ്ങ് തയ്ച്ചിരിക്കുകയാണ് ഷോൾഡർ പ്ലീറ്റിൽ. ഇതുപോലെ 3 അടുപ്പിച്ച് ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ 3. ഇത് തന്നെ ഈ ഒരു ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഈ കളർ ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിൽ ഇടുവാണെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. മുന്താണിയിൽ അത്യാവശ്യം നല്ലോണം വർക്കും വരുന്നുണ്ട്. ഇതുപോലെ മുന്താണിയും ബാക്കിയുള്ള ഷോൾഡർ പ്ലീറ്റിൽ ഈ മാതിരിയാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതല്ല ഈ കോമ്പിനേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2100 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതും സിൽക്കി കോട്ട ഓഫ് വൈറ്റ് ആണ് മെറ്റീരിയൽ. ഇനി അടുത്തത് വന്നിട്ട് ചന്തേരി സിൽക്കാണ്. അതൊരു ക്രീം കളർ ചന്തേരി സിൽക്കാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തും സാറ്റിൻ സ്റ്റിച്ചാണ്. ഇതൊരു ഇത്തിരി നേരത്തെ കണ്ടപോലെ തന്നെ കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു പാർട്ടിക്കൊക്കെ ഉടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ്. ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. ഇതിനകത്ത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, നടുക്ക് പേളും, ഇച്ചിരി മുമ്പ് നമ്മൾ ഓഫ് വൈറ്റ് സാരി സിൽക്കി കോട്ട കണ്ട ആ സെയിം കളർ കോമ്പിനേഷനാണ്. ഗ്രീനിന് മാത്രമാണ് ഇച്ചിരി വ്യത്യാസം വന്നിരിക്കുന്നത്. റെഡും ബീഡും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും, ലീവ്സ് ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചുമാണ്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു വശത്ത് വന്നിരിക്കുന്നത്. മറുവശത്ത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് അപ്പുറത്തെ സൈഡിൽ മുന്താണിയുടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും നമുക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ റണ്ണിങ് പോർഷനിൽ അതുപോലെ തന്നെ ഡിസൈൻ ഫ്രണ്ടിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെയാണ് ഈ 2 ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ പ്ലീറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വളഞ്ഞു പോകുന്ന പുറകോട്ട് ബാക്കിലോട്ട് നമ്മൾ തുണി വളഞ്ഞു പോകുന്ന ആ ഒരു പോർഷനിലായിട്ട് താഴ്ത്തുമായിട്ട് ഒരു കുഞ്ഞ് ഡിസൈനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു കുഞ്ഞ് ഡിസൈനാണ്. മുന്താണിയുടെ അപ്പുറത്ത് തയ്ച്ചു കൊടുത്ത ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈൻ വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. അത് സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും ഫുൾ ഡിസൈൻ ഇല്ല, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് മാത്രം വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതാണ് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 2100 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2100 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി കോയൽ കോട്ടയാണ്. അതൊരു ബ്ലാക്ക് ഷെയ്ഡ് കോയൽ കോട്ടയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സാരി 6 മീറ്റേഴ്സ് സാരിയാണ്. ഇപ്പം ഇത്തിരി വണ്ണം ഉള്ളവർ അല്ലെങ്കിൽ പൊക്കമുള്ളവർക്കൊക്കെ കുറച്ച് മീറ്റേഴ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 5.5 പറയുന്നതിന് പകരം ചില കസ്റ്റമേഴ്സ് 6 മീറ്റർ വേണം സാരി എന്ന് പറയാറുണ്ട്. അവർക്കൊക്കെ പറ്റിയ ഒരു സാരിയാണ്, 6 മീറ്റർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ മുന്താണിയുടെ ഒരു സൈഡിൽ അത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് മസ്റ്റാർഡ് യെല്ലോയും ഗ്രേയും യൂസ് ചെയ്തിട്ട്, ഗ്രേ അല്ല ആഷും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ലേസി ഡേസി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കളർ കോമ്പിനേഷൻ്റെ അട്രാക്ഷൻ കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ബ്ലാക്കിൻ്റെ അകത്ത് മസ്റ്റാർഡ് യെല്ലോയും ആഷ് കളറുമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്ക് സ്റ്റിച്ചും ലേസി ഡേസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലീവ്സും സ്റ്റെമ്മും ആയിട്ട് ഫ്ലവറും ലേസി ഡേസിയാണ്. എല്ലാം 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡ്. മുന്താണിയുടെ മറു സൈഡ് ഇതുപോലെയാണ് വരുന്നത്. ഒരു ഫ്ലവറേ ഉള്ളൂ. ഇതിപ്പം പള്ളിയിലൊക്കെ പോവുക അല്ലെങ്കിൽ നമ്മൾ അഴിച്ചിടുക എന്നുണ്ടെങ്കിൽ 2 സൈഡിലും നല്ലോണം ഇങ്ങനെ ഇത് സ്കാറ്റർ ചെയ്ത് വെച്ച് ഗ്യാപ്പിൽ വരച്ചേക്കണായിരുന്നു നല്ലോണം ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇതിനാണെങ്കിൽ ബ്ലൗസ് ഈ കളർ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്ക് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷൻ കുറച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറിലോട്ടാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത് ഇതുപോലെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അടുപ്പിച്ച് 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്.
താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ്. ഇതിൻ്റെ റേറ്റ്. മെറ്റീരിയൽ കോയൽ കോട്ടയാണ്. കോട്ടൺ സാരീസ് വേണമെന്നവർക്ക് പറ്റിയൊരു സാരിയാണ്. നല്ല കളർ കോമ്പിനേഷനുമാണ്. നല്ല അട്രാക്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷനാണ്. ഇന്നത്തെ 4 ഡിസൈൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.